ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് കുറേ ദിവസമായി ഇപ്പം ഹരി വീട്ടിലുണ്ടായിരുന്നു. ഇനി തിരിച്ച് തൃശ്ശൂർ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അനിയനുണ്ട്, അവനൊന്ന് പാലക്കാടും പോകണം, അവനും കോളേജിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പോകുന്ന ടൈമിലൊക്കെ എവിടേക്കെങ്കിലും പോകുന്ന ടൈമിൽ ഈ ഹരി ഈ മോതിരമൊക്കെ മറന്നു വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിലാണ്, കുറച്ച് ദിവസം ഞാൻ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ അനിയനായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറാൻ കുറച്ച് പാടായിരുന്നേ. അപ്പോൾ അവർ കയറി. അപ്പോൾ ഞാനാണെങ്കിൽ ഉറങ്ങുക മീൻസ് കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എടങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഈ ഉറക്കക്ഷീണവും ഭയങ്കര ഒരു ടയേർഡായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അവർ മുകളിലേക്ക് കയറി. പോകുന്ന വഴിക്ക് വല്യമ്മേനോടൊക്കെ യാത്ര പറയാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ അവിടേക്കൊന്നും ഒരാളില്ല, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സൗണ്ടില്ല, ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നേ. ഫുൾ മരങ്ങളൊക്കെ ഉണ്ട്, അത് കിളികൾ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വല്യമ്മയോട് യാത്ര പറഞ്ഞു. അപ്പോൾ അമ്മയും വല്യമ്മയും മുകളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പം അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഇനി ഒരു 8-8:30 9 മണിയാവും അവിടെ എത്താൻ. കാരണം പാലക്കാട് വഴി ശ്രീകൃഷ്ണപുരം വഴി പോകണം. അപ്പോൾ അവർ പോകുന്ന നോക്കിയിരിക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് മുകളിലേക്ക് കയറാൻ കുറച്ച് പാടല്ല, നമുക്കൊരു പേടിയാണ്. അങ്ങനെ കയറ്റവും പിന്നെ റോഡും സെറ്റായിട്ടില്ല അങ്ങോട്ട്. അപ്പം അങ്ങനെ അവർ പോയി. ഞാൻ വീണ്ടും കിടക്കാൻ പോവാണ്. എനിക്ക് വേറെ പണികളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പോയി കിടന്നു കേട്ടോ. ഇനി കുറച്ച് കണ്ടൊരു ഇപ്പം ഒരു 5 മണിയായിട്ടുള്ളൂ. ഇനി ഒരു 6 മണിയാകുമ്പം വീണ്ടും എണീക്കണം, വിളക്ക് വയ്ക്കുന്ന സമയത്ത് എണീറ്റ്. അപ്പം അങ്ങനെ 6 മണി സമയത്ത് ഞാൻ എണീറ്റ് വന്നിരിക്കുക. അപ്പോഴും ഭയങ്കര ക്ഷീണം, കുറേ നേരം ഉറങ്ങിയിട്ട് കണ്ണ് ഭയങ്കര അടഞ്ഞു പോവാണ്, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നേരം പുറത്തിരുന്നു. കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരു വൈകുന്നേരം ആവുന്നതിന് ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, ഇരുട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നോക്കിയിരിക്കുക. പിന്നെ കുറേ കിളികളെ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും ഇപ്പോൾ വരും. അപ്പം അച്ഛൻ വരുന്നതെന്നൊക്കെ നോക്കി ചിലപ്പോൾ അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം സമയത്ത് ഒരു 6 മണി സമയത്തൊക്കെ നല്ല കൊതുകാണ്, അതാണ് ഈ പാറി നടക്കുന്നത്. അങ്ങനെ അച്ഛനും വന്നു. അച്ഛനിപ്പം കുറച്ച് നേരമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെടി നനയ്ക്കലും കാര്യങ്ങൾ കഴിഞ്ഞാൽ അച്ഛൻ നേരെ മുകളിൽ കടയിൽ പോയിരിക്കട്ടെ, എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാനും വീണ്ടും അവിടെ പുറത്ത് ഇരുന്ന് വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം വീണ്ടും ഒന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും എണീറ്റ് വന്ന് നോക്കിയപ്പോൾ അച്ഛനത് ചെടി നനയ്ക്കുന്നുണ്ട്. അമ്മ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അമ്മ അടുക്കളയിൽ പാൽ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ട്. അച്ഛന് ചായ എടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ എടുത്ത് അമ്മ ചായ കൊടുക്കുകയാണേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു നാപ്ടോൾ കണ്ടു. പണ്ട് പരസ്യങ്ങളിലൊക്കെ കാണുന്ന സാധനമല്ല. അപ്പോൾ അതെടുത്ത് നോക്കി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ എന്തോ അച്ഛനും അമ്മയ്ക്ക് വാങ്ങിച്ച എന്തോ സാധനമാണത്. ഡൈ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ആ പാക്കറ്റ് കണ്ടപ്പോൾ നോക്കി. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എണീറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ക്ഷീണമല്ല, എന്തൊക്കെയോ ഭയങ്കര കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഫുൾ കിടക്കുമല്ലേ. ഇത്രയും നാൾ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് കുറേ നേരം കിടന്നപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരെവിടെ എത്തി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് നോക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ അവർ ചെർപ്പുളശ്ശേരി എങ്ങാനും എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുവഴിയാണ് അവർ പോകുന്നത്. പിന്നെ അമ്മ അതേ മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മ വീണ്ടും പണികൾ ആരംഭിക്കുക. അമ്മ കുറച്ച് കുരുമുളക് വെളുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ഞാനവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഒരു പണികളും ഉണ്ടായില്ല, അതാണ് സത്യം. പിന്നെ ഞാനും അമ്മയും കൂടെ ഈ അവിടെ ഹാളിൽ വന്നിരുന്ന് ഞാൻ ഇരിക്കുകയല്ല, ഞാൻ കിടക്കുകയാണ്. അമ്മ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. അമ്മയ്ക്ക് ഇപ്പോൾ കുറേ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുടുംബശ്രീ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ഡൗട്ടൊക്കെ വന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ എടുക്കാൻ വേണ്ടി മോളിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും എടുത്ത് വന്ന് ഇരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ സമയം 8-8:30 ആയ സമയത്ത് ഞാനതേ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് ചെറുപയർ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ എനിക്ക് അത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത്, നല്ല ചൂടുണ്ട് പക്ഷെ അതങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മാത്രം എടുത്ത് ഇങ്ങനെ കഴിക്കുക കേട്ടോ. സമയത്ത് അമ്മയുണ്ടായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്തോ ഒരു പേപ്പർ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ, അമ്മ അച്ഛനും കൂടെ. അനിയനെ കല്യാണം ആയിട്ടുണ്ട്. അപ്പോൾ അവർ കല്യാണക്കത്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാറ്റർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും എനിക്ക് പാൽ കുടിക്കാൻ തന്നിട്ടുണ്ടോ അമ്മ. എനിക്കാണെങ്കിൽ പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ദിവസങ്ങളും. പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങി. ഒരു 10-10:30 ആയ സമയത്ത് ഞാൻ കയറി കിടന്നുറങ്ങി.